ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജനസഹസ്രങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. അതിന് മറുപടിയായി പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് പറഞ്ഞത്, 5 അപ്പവും 2 മീനും മാത്രമാണ് ഇവിടെയുള്ളത്. കർത്താവേ, അതുകൊണ്ട് എന്താകുവാനാണ്? ജനങ്ങളെ 50 വീതം പന്തിക്കിരുത്തുവാൻ ക്രിസ്തു പറഞ്ഞു. അവൻ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കുട്ട എടുത്തു. എലീശ പ്രവാചകനിലൂടെ ദൈവം ഇതുപോലൊരു വിസ്മയ കലവറ ഒരുക്കിയതിന്റെ വിവരണം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. ബാൽഷാലിഷായിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലിയപ്പവും കുറെ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് എലീശയ്ക്ക് കൊടുത്തു. അപ്പോൾ എലീശ പറഞ്ഞു, ഇവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെയാണ് പങ്കുവയ്ക്കുക? പ്രവാചകൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്തു. ഭൃത്യൻ അത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളിച്ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. ഡെയിലി ബ്രെഡിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ച കർത്താവ് തന്റെ മക്കൾക്ക് നന്മയൊന്നും മുടക്കില്ല. നമ്മുടെ അപര്യാപ്തതകളെയൊക്കെ അവൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചു തരും. ദൈവമുമ്പാകെ വിവിധ ആവശ്യങ്ങൾക്കായി ഉള്ളതും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിറക്കിൾ മറുപടി ലഭിക്കുവാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില ആത്മീയ മർമ്മങ്ങൾ തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. 1. നമ്മെയും നമുക്കുള്ള സകലത്തെയും മക്കളെയും കർത്തൃക്കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിച്ചാൽ ചോദിച്ചതിലും നനച്ചതിലും അധികമായി കർത്താവ് തരും. നമ്മുടെയൊക്കെ ജീവിതം ഇതിന്റെ ഉത്തമ സാക്ഷ്യമാണ്. 2. ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വരുത്തുന്നതായിരിക്കും കർത്താവിന്റെ അനുഗ്രഹങ്ങൾ. 5 അപ്പവും 2 മീനും ജനസഹസ്രങ്ങൾക്കുള്ള സമ്പന്ന കലവറയായി തീർന്നു. 12 കൊട്ടയാണ് മിച്ചം വന്നത്. സൽഗുണ സമ്പൂർണനും ദാനശീലനുമായ ദൈവം മക്കൾക്ക് കൊടുക്കുമ്പോൾ അളന്നല്ല, അളവില്ലാതെ സമൃദ്ധിയായിട്ടാണ് കൊടുക്കുന്നത്. യഹോവ എന്ന സ്നേഹയിടയന്റെ കരുതലിനെ പറ്റിയുള്ള സങ്കീർത്തനക്കാരന്റെ വിവരണം വളരെ ശ്രദ്ധേയമാണ്. 23-ാം സങ്കീർത്തനം. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാത്രം നിറയ്ക്കുക മാത്രമല്ല, വീണ്ടും വീണ്ടും നിറച്ച് കവിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദാനശീലനായ സ്വർഗസ്ഥ പിതാവിന്റെ മക്കളിൽ ചിലർ ദരിദ്രരും അനാഥരുമായി പോകുന്നത്
ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോക ജനസംഖ്യയിൽ 700 മില്യൺ ആളുകൾ, അതായത് 9.2% മനുഷ്യർ കഠിന ദാരിദ്ര്യത്തിലാണ്. തന്റെ മക്കൾക്ക് എല്ലാം സമൃദ്ധിയായി ഉപയോഗിക്കുവാനും മിച്ചം വരുത്തുവാനുമുള്ള വിഭവങ്ങൾ ദൈവം ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹവും ചൂഷണ മനോഭാവവുമാണ് മനുഷ്യർക്കിടയിൽ അനാഥരെയും ദരിദ്രരെയും ഉണ്ടാക്കിയത്. ദൈവിക അനുഗ്രഹങ്ങളെപ്പറ്റിയുള്ള മൂന്നാമത്തെ കാര്യം, ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്ക് പങ്കുവെക്കുമ്പോഴാണ് വർധനവും മിച്ചവും ഉണ്ടാകുന്നത്. അപ്പവും മീനും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അത് ജനസഹസ്രങ്ങൾക്ക് പങ്കിട്ടപ്പോൾ വർദ്ധിച്ച് വന്നു. സരഫാത്തിലെ വിധവ തന്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും ഏലിയാ പ്രവാചകനുമായി പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ ക്ഷാമകാലം കഴിയും വരെ അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. സദൃശവാക്യം 11 അധ്യായം 24-25 വാക്യങ്ങൾ. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്ക് പങ്കുവെക്കുമ്പോഴാണ് വർദ്ധിച്ചു വരുന്നത്. ചെലവഴിക്കാതെ കൂട്ടിവെക്കുമ്പോൾ വർദ്ധിക്കുകയും ചെലവഴിക്കുമ്പോൾ കുറയുകയും ചെയ്യുമെന്നാണ് മനുഷ്യന്റെ സാമ്പത്തിക ശാസ്ത്ര തിയറി. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഡിവൈൻ ഇക്കണോമിക്സ് തിയറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. 4. നമ്മൾ ദൈവകരങ്ങളിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയല്ല, 100 ഇരട്ടിയാണ് ദൈവം തിരിച്ച് നൽകുന്നത്. മർക്കോസ് 10 അധ്യായം. പത്രോസ് കർത്താവിനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്ത് നിത്യജീവനെയും പ്രാപിക്കാത്തവനാരുമില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവതിരുനാമ മഹത്വത്തിനും സുവിശേഷത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൊടുക്കാൻ മടിക്കേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ട് ആരും ദരിദ്രരാവില്ല. ആരോടും കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം സന്തോഷത്തോടെ കൊടുക്കുന്നവരുടെ കൈയും മനസ്സും നിറച്ച് മടക്കിക്കൊടുക്കും. മാത്രവുമല്ല, തന്റെ സ്മരണയുടെ പുസ്തകത്തിൽ അതൊക്കെ നിത്യ നിക്ഷേപമായി ദൈവം എഴുതി ചേർക്കും. അത്ഭുതങ്ങൾ നടക്കുവാൻ ദൈവം 4 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അപര്യാപ്തതകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക,
ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഓഹരി ആവശ്യക്കാർക്ക് പങ്കുവയ്ക്കുക. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അല്പവും ഇല്ലായ്മയുമൊക്കെ വാഴ്ത്തി അനുഗ്രഹിച്ച് വിഭവ സമർത്ഥമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കഴിവുകൾ, സമ്പത്ത്, കുടുംബം, ജോലി തുടങ്ങിയവയിലെ പരിമിതികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച കാലങ്ങളിൽ നീ വാഴ്ത്തി അനുഗ്രഹിച്ച് സമ്പന്നതയും ഐശ്വര്യവും മിച്ചവും വരുത്തിയതിനായിട്ട് സ്തോത്രം. അവിടുന്ന് ദാനമായി നൽകിയ അനുഗ്രഹങ്ങൾ ആവശ്യക്കാർക്ക് പങ്കുവയ്ക്കുവാനുള്ള ഹൃദയ വിശാലത ദൈവമേ ഞങ്ങൾക്ക് തരണമേ. നിന്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ സമൃദ്ധമായി ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.